ഭക്തജനങ്ങളെ നമസ്കാരം. ആദ്യമായിട്ട് നമുക്ക് ഗുരുവന്ദനത്തിലൂടെ തന്നെ ഇന്നും പതിവ് പോലെ തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ 2 പാർട്ടുകളിൽ ചതുർശ്ലോകി ഭഗവത്ഗീതയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതൊരു ആമുഖം പോലെ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 700 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഭഗവത്ഗീതയിലെ ഏറ്റവും കാതലായ 4 ശ്ലോകങ്ങൾ, 10ാം അധ്യായത്തിലെ 8, 9, 10, 11 ഈ 4 ശ്ലോകങ്ങൾ ആണ് അതിൻ്റെ ആണിക്കല്ലായിട്ട് വരുന്ന ശ്ലോകങ്ങൾ. അതുകൊണ്ടാണ് അതാദ്യം ഞാനൊരു ആമുഖം പോലെ പറഞ്ഞത്. ഇന്നും പതിവ് പോലെ നമുക്ക് ഭഗവത്ഗീത പഠിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ബേസിക് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതേക്കുറിച്ച് നമുക്കിനി ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ടതും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണക്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യമായിട്ട് ഗുരുവന്ദനമാണ്. ഞാൻ എൻ്റെ ശിക്ഷാ ഗുരുക്കന്മാരെ എല്ലാവരെയും മനസ്സിലോർത്തുകൊണ്ടും അതുപോലെ ഭഗവത്ഗീത ആചാര്യനായ ശ്രീല പ്രഭുപാദിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നമുക്ക് ഇത് ആരംഭിക്കാം. ഓം നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഗുരു. എന്താണ് ഗുരു? ആരാണ് ഗുരു? എന്തിനാണ് ഗുരു? അത് ആദ്യം നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞ് ഗീത എന്താണ് എന്നുകൂടെ ഇന്ന് നമുക്ക് നോക്കാം. ഗുരു എന്ന ഒറ്റ വാക്കില് 2 അക്ഷരങ്ങളാണുള്ളത്. ഗു രു. അതിൽ ഗു എന്നത് തമസ്, ഇരുട്ട്, അതല്ലെങ്കിൽ അന്ധകാരം, ഡാർക്ക്നസ് എന്നൊക്കെയാണ് ആ ഗു എന്ന ഉച്ചരിക്കുന്ന അക്ഷരത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഗുഹ എന്ന് പറയുമ്പോൾ അന്ധകാരമാണ് അകത്ത്. അതുപോലെ ഗുഹ്യം, അതുപോലെ അങ്ങനെ ഗുവിൽ വരുന്നതെല്ലാം തന്നെ ഒരു തമസ്, ഇരുട്ട്, അജ്ഞത, അന്ധകാരം ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് ഗുവിന് വരുന്നത്. രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപ്തിമത്തായ അല്ലെങ്കിൽ പ്രകാശോജ്വലമായ എന്നൊക്കെ ഉള്ള അർത്ഥമാണ് വരുന്നത്. ഒന്ന് ഇരുട്ടാണെങ്കിൽ മറ്റേത് പ്രകാശമാണ്. രു എന്ന് പറയുന്ന അക്ഷരം അർത്ഥമാക്കുന്നത് പ്രകാശമാനമായ ഒരു ലക്ഷ്യത്തിലേക്ക് എന്ന അർത്ഥമാണ് വരുന്നത്. രുക്മിണി, രുക്മ, രുദ്രാക്ഷം ഇങ്ങനെയുള്ള രു എല്ലാം പ്രകാശമാനമായ ഒരു സംഗതിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധകാരത്തിൽ നിന്നും അല്ലെങ്കിൽ തമസിൽ നിന്നും അല്ലെങ്കിൽ അജ്ഞാനത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാരും അവരാണ് ഗുരു എന്ന് പറയുന്നത്. നമ്മൾ കേട്ടില്ലേ, തമസോമ ജ്യോതിർഗമയ, തമസ് ഓമാം ജ്യോതിർഗമയ. തമസോമാം അന്ധകാരത്തിലുള്ള എന്നെ തമസോമ ജ്യോതിർഗമയ വെളിച്ചത്തിലേക്ക് നയിച്ചാലും എന്ന് പറയുന്നത് പോലെയാണ് ഗുരു എന്ന വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് ഗുരുവന്ദനം വളരെ അത്യാവശ്യമാണ്. ആധ്യാത്മിക തലത്തിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ ഗുരുവിൻ്റെ അനുഗ്രഹം, ഗുരു പരമ്പരകളുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ആധ്യാത്മിക തലത്തിൽ നിന്ന് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഗുരുവിൻ്റെ അനുഗ്രഹം തേടണം. ഗുരു വന്ദനം ആദ്യം നടത്തിയിരിക്കണം. അതാണ് ഞാനിപ്പോൾ ആദ്യം ചെയ്തത്. അപ്പോൾ അതാണ് ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇത് പൂർണ്ണ വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കൂ എന്നാണ് നമ്മളുടെ ആധ്യാത്മിക ആചാര്യന്മാരെല്ലാവരും തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് കാര്യങ്ങൾ
ഹൈന്ദവ രീതിയിലുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഗുരുവന്ദനം ആദ്യം നടത്തുന്നത്. ഇനി എന്താണ് ഗീത? ഗീത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗീതത്തിൽ നിന്നാണ് ഗീത എന്ന് പറയുന്ന വാക്കുണ്ടായിരിക്കുന്നത്. ഗീതങ്ങളുടെ സമാഹാരമാണ് ഗീത എന്ന് പറയുന്നത്. ഗീതങ്ങൾ എന്താണ്? ഗീതങ്ങൾ നമുക്കറിയാം, പലതരം ഗീതങ്ങളുണ്ട്. എന്താ പറയുക, ക്ലാസിക് സംഗീതങ്ങളുണ്ട്, സെമി ക്ലാസിക്കൽസ് ഉണ്ട്, ലളിതഗാനങ്ങളുണ്ട്, സിനിമാ ഗാനങ്ങളുണ്ട്, പദ്യങ്ങളുണ്ട്, ശ്ലോകങ്ങളുണ്ട്, അങ്ങനെ പലതരം ഗീതങ്ങളുണ്ട്. ഇതിൽ ഭഗവത്ഗീതയിൽ വരുന്നതെല്ലാം ശ്ലോകങ്ങൾ ആണ് ഭഗവത്ഗീതയിൽ വരുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞ ഗീതമായതുകൊണ്ട് അത് ഭഗവത്ഗീത എന്നറിയപ്പെടുന്നു. ഭഗവാൻ എന്തുകൊണ്ടാണ് ഗീതങ്ങളുടേതായ രീതിയിൽ അത് പറയാനുള്ള കാരണം എന്ന് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്.